പൊതുവെ രക്ഷിതാക്കളെ നമ്മളൊരു കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ അധ്യാപകരും കൂടി ആയതുകൊണ്ട് രക്ഷിതാക്കൾ പൊതുവെ നമ്മളോടൊക്കെ വളരെ തുറന്നു പറയും കാര്യങ്ങളൊക്കെ. തുറന്നു പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം അവരുടെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയും. ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് എന്താ പറയുക, മാഷെ മടുത്തു, കയ്യൂല എനിക്ക്. ഇതൊരു അവസാനത്തെ വാക്കാണ്, ഒരു രക്ഷിതാവിൻ്റെ ഒരു അവസാനത്തെ വാക്കാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 സമീപനങ്ങൾ പൊതുവെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിതിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വണ്ടിയായി. ഇതിപ്പോൾ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോയി, വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ അല്ല, നമുക്കിത് പിടിച്ചാൽ കിട്ടുമെന്ന് വെച്ചാൽ അറിയില്ല. ഒരു പോക്ക് ഇങ്ങനെ പോവുകയാണ്, ഇതെവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. അപ്പോൾ ഒരു തരം രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അവർക്ക് മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. വീട്ടിലെ ചെലവും ഭക്ഷണവും, ഞാൻ ആണുങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്, വീട്ടിലെ ഭക്ഷണവും വസ്ത്രവും സംഗതിയും കാര്യമൊക്കെ അതിങ്ങനെ നടന്നു പോയാൽ മതി. ഈ കുട്ടിയുടെ ജീവിതത്തിൻ്റെ മൈക്രോ പ്ലാനിങ് എന്നത് ഒരിക്കലും ഇവരുടെ അജണ്ടയേ അല്ല. ഓരോരോ ഭയങ്കര വർക്ക് ഹോളിക് ആയിരിക്കും. അവരുടെ ജോലിയുടെ, അവരുടെ ഭാരങ്ങളുടെ നടുക്കായിരിക്കും അവർ നിൽക്കുന്നത്. അവിടെ ആ ഭാരങ്ങളുടെ നടുക്കെ അയാളുടെ ഭാര്യ വന്ന് പറയുന്ന സങ്കടങ്ങളൊന്ന് കേൾക്കാനോ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനോ പോലും അയാൾക്ക് പറ്റൂല. അയാളുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ അടിയാണ്. അങ്ങനെടോ, ശരി, കേട്ടോ. നമ്മുടെ ലൈവായി കാണുന്ന ചില രക്ഷിതാക്കളുണ്ട്. ഒരു രക്ഷിതാവിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചപ്പോൾ അയാൾ വന്നതെങ്ങനെ അറിയോ, ഒരു ടിപ്പർ ലോറിൻ്റെ ഡ്രൈവറാണ്. ഇപ്പോൾ വന്നതെങ്ങനെ അറിയോ, ഒരു വടി വെട്ടിയിട്ട് ആ വടി കൊണ്ടുവന്നത്. അപ്പോൾ ഈ പ്രശ്നമൊക്കെ പറഞ്ഞ് മസ്ലഹത്താക്കിയിട്ട് ബാക്കി രക്ഷിതാക്കൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഗേറ്റിംഗ് എന്നാണ് ഇയാൾ വണ്ടി വന്നൊരു പ്രത്യേക ഇറക്കുണ്ട്. ആ ഇറക്കിറങ്ങണം, ആ ചാട്ടണ്ട് ചാടിയിട്ടുണ്ട് വരുമ്പോൾ ഞങ്ങട്ടാ ചോദിച്ചു, ബാക്കിയുള്ള ആകെ ഞങ്ങൾ തീരുമാനിച്ചു പോയിക്കോറണം. അപ്പോൾ നമ്മളോട് പിന്നെ നമ്മൾ ഇയാളെ വിളിക്കണ്ടെന്ന് തീർത്തു പറഞ്ഞതാണ്. പക്ഷെ അയാളുടെ ഭാര്യ പറഞ്ഞു, ഇല്ലെങ്കിൽ ഓന് കിട്ടുന്ന അടി എനിക്ക് കിട്ടും, അതുകൊണ്ട് വിളിച്ചേ പറ്റുള്ളൂ, ഞാൻ വിളിക്കുന്ന വിളിച്ചതാണ് സംഭവം. അപ്പം ഞാൻ പറയണത്, ഇതിലൽപ്പം നമ്മളുണ്ടാവില്ല, ഈ വടിയും കൊണ്ടുവരുന്ന രക്ഷിതാക്കളിൽ നമ്മളുണ്ടാവില്ല. പക്ഷെ കുട്ടിയുടെ പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിനുള്ള ഉത്തരം എന്താ, ഒച്ചയും പുളിയും കലഹവും ആയിരിക്കും പൊതുവെ ഉണ്ടാകുക. ഇങ്ങനെ ഒരു തരം കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങാടി പശുവിനെ പോലെ ആയിരിക്കും. ഓൻ്റെ വരവിനും പോക്കിനൊന്നും പ്രത്യേകിച്ച് സമയമൊന്നും ഉണ്ടാവില്ല. ഓ നിസ്കരിച്ചാൽ നിസ്കരിച്ചു, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ല. ഇതൊന്നും വാപ്പാൻ്റെ കൺസേണിൽ പെടുന്നേയില്ല. എന്തെങ്കിലും ഒരു ദിവസം ഓ നിസ്കരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ട അടിയാണ് പരിഹാരം, ഒച്ചറലാണ് പരിഹാരം. ഇതിൽ നിങ്ങളുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത്തത്, ജയിൽ പോലെ ആയിരിക്കും കുട്ടീൻ്റെ ജീവിതം. ആ കുട്ടിക്ക് എങ്ങോട്ടും ഇറങ്ങാനോ അനങ്ങാനോ ഒന്നും പറ്റൂല, എവിടേക്കും ഇറങ്ങാൻ പറ്റൂല. അവൻ്റെ പ്രായക്കാരുടെ വിനോദങ്ങളോ ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം അല്ല. അവനിങ്ങനെ വീട്ടിൻ്റെ തടവറയിൽ ഇങ്ങനെ കഴിയായിരിക്കും. ഒന്നിലും അവനൊരു എക്സ്ക്യൂസും ഇല്ല, എവിടെയും അവനൊരു ചാൻസും ഇല്ല. ഈ വാപ്പിയമ്മയും വിചാരിച്ചു വെച്ചത് എന്നും ഇവൻ എങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ്. എന്നും ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കാം. പണ്ട് മുലകുടി പ്രായത്തിലുണ്ടായിരുന്ന അതേപോലെ ഒന്നും നമ്മളപ്പോൾ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര കൺട്രോളായിരിക്കും, ഓരോന്നിലും നിയന്ത്രണമായിരിക്കും. ഓരോ വക്തും നിസ്കരിച്ചത് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യലായിരിക്കും. വാപ്പ ഈ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വാപ്പ ഒരിക്കലും ആലോചിക്കണില്ല. ഈ ടൈപ്പ് ആളുകൾ പൊതുവെ ഉണ്ടാകും. ഞാൻ അവരെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ റമദാൻ മാസത്തിൽ പിന്നെ ഒരു സുഹൃത്ത് ഒരു രാത്രി ഒരു 2 മണി നേരത്തെ അയച്ചൊരു വോയിസ്, എനിക്കറിയണ ഒരാളെ പറ്റിയിട്ട് അയച്ച വോയിസാണ്. എന്താ പറയുക, ഈ കുട്ടി രാത്രി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നിട്ടുണ്ട്. രാത്രി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്ന കുട്ടീനെ വാപ്പ എണീക്കണ രൂപമാണ് പറഞ്ഞിരുന്നത്. ഒരു ചവിട്ടാണ് കൊടുത്തു, നീ ചവിടുന്ന കയറും. അപ്പോൾ അവനിങ്ങനെ നീച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നെടുക്കാറുണ്ട്, ഒരു ഒന്നെടുത്തു. ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് അവനെ സെഫൊക്കെ വലിച്ചാൽ ഇട്ടു പറഞ്ഞു. ശരിക്കും അവിടുത്തെ ഒരു ഇസ്ലാം എന്താണ്? ശരിക്കും അവിടുത്തെ ഒരു ഇസ്ലാം, പണ്ട് കുട്ടി ഇന്നിപ്പോൾ നമ്മൾ ഒറ്റയിട്ട് രാവൊക്കെയാണല്ലോ പോരുന്നുണ്ടോ, ഞാൻ
അങ്ങനെയാണോ? വലിയ കുട്ടിയൊക്കെ ആയിരുന്നിച്ച് വരണ്ടേ? ഞാനല്ല. ശരി, ഒന്നാമത്തെ ദിവസം വിട്ടു. രണ്ടാമത്തെ ദിവസം വരികയാണ് എനിക്കിഷ്ടം. എന്നെപ്പോലത്തെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ടോണ് ചെറിയൊരു ചേച്ചി അവിടെ വന്നു. എനിക്ക് കഴിയൂലെങ്കിൽ എന്ത് ചെയ്തു, എനിക്ക് പറ്റുമ്പോൾ പറ്റണ പോലെ ചെയ്താൽ മതി. കുറച്ചേരൊക്കെ ഒന്ന് ഓതിയിട്ട് ഉപ്പാൻ്റെ കുട്ടി അവിടെ ഉറങ്ങിയിട്ടുള്ളതുകൊണ്ട് അല്ലേ. അതിൻ്റെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ. ആ ട്രാക്കൊന്നും ഇല്ലാതെ നിയന്ത്രണങ്ങളുടെയും നിയമങ്ങളുടെയും മധ്യത്തിലിട്ടിട്ട് കുട്ടികളെ കൈകാര്യം ചെയ്യണേ ഒരു സെക്കൻഡ് കാറ്റഗറി പാരൻസ് ഉണ്ട്. ഇതെന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു അവസരം കിട്ടുമ്പോൾ ഇവർ ആ അവസരത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യും. ഇതിൽ നമ്മളുണ്ടോ നമ്മൾ പരിശോധിക്കുക. മൂന്നാമത്തെ ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞത് അവർക്കൊരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും. ഓരോന്നിലും ഓരോ ഏജിലും എങ്ങനെ നിൽക്കേണ്ടതെന്ന് അവർക്കറിയും. അവർക്ക് അവരുടേതായ പ്രകൃത പ്രശ്നങ്ങളും അവരുടെ ക്യാരക്ടർ ഇഷ്യൂസും അവരുടെ ബിഹേവിയർ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടികളെ ഡീൽ ചെയ്യുന്നിടത്ത് അവർ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും, ഭയങ്കര കൃത്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോന്നിലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ചാർട്ടർ പ്രവാചകൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതവർ പഠിച്ചിട്ടുണ്ടാവും. ഈ രക്ഷിതാക്കളുടെ ഒരു പ്രത്യേകത, അവർ സെൽഫായിട്ട് അവർ സ്വന്തം എന്തെങ്കിലും കാട്ടിക്കൂട്ടലല്ല. അവർ കൃത്യമായ പാരൻറ്റിങ് സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവർ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ സുഗമമായ ദാമ്പത്യം നടക്കുന്നിടത്ത് മാത്രമേ ഇത് ശരിക്ക് നടക്കുള്ളൂ. മറ്റേത് രണ്ടാളും രണ്ട് രീതിയായിരിക്കും. വാപ്പാൻ്റെ അടുത്തേക്ക് വിഷയം എത്താതിരിക്കാൻ ഉമ്മാൻ്റെ കുറേ മാനേജ്മെൻറ്റുകൾ ഉണ്ടാവും. ഉമ്മാൻ്റെ മുന്നിൽ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടാകും. ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. കാരണം കുട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്ന് അവർ ശരിക്കും പഠിക്കുകയും അവർ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അവർക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളിലൊക്കെ അവർ നല്ല ഡിസ്കഷൻ നടത്തും. അവരുടെ ഡ്രീം ഒന്നായിരിക്കും, കുട്ടിയുടെ റൂട്ട് വേറൊന്നായിരിക്കും. അവരുടെ ഡ്രീം എന്താ, മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഇമാമാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. എനിക്കറിയുന്ന ചില രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അവർ ആഗ്രഹിക്കണം എന്താ, മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഇമാമാകണം എന്നൊക്കെയാണ്. നല്ല ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിനൊരു അവിടെ മക്കയിലെ ഇമാമായിട്ട് ആരെയാണ് എടുക്കുക എന്നുള്ളതിനൊരു പ്രോട്ടോക്കോൾ, ഒരു രീതിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ആഗ്രഹമൊക്കെ കൂടെ വെച്ചിട്ട് കുട്ടിക്ക് ഇയാൾക്ക് ഭയങ്കര മൈക്രോ പ്ലാനിങ് ഉണ്ടാക്കാനും ചിലപ്പോൾ അറിയും. ഈ മൈക്രോ പ്ലാനിങ് ഒക്കെ കൊണ്ട് കുട്ടീൻ്റെ അടുത്തേക്ക് എന്നാൽ കുട്ടി ചിലപ്പോൾ ഇതൊന്നും അല്ലാകുക, വേറെ എന്തെങ്കിലും ആകുക. അവൻ്റെ പ്രായത്തിൽ അവൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ഞാൻ 3 തരം പാരൻസിനെ ഇവിടെ ജനറലി പറഞ്ഞു. നമുക്ക് മൈക്രോ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് ആദ്യം ഇവിടെ പറഞ്ഞു നിർത്താനുള്ള പോയിന്റ്. ഇനി ഇതൊന്നും അനലൈസ് ചെയ്യാനും ഒന്നും നേരല്ലാതെ വീണ്ടും അടുത്ത ഓട്ടങ്ങളിലേക്കും പാച്ചിലിലേക്കും അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും അടുത്ത തിരക്കിലേക്കും അടുത്ത ഉറക്കിലേക്കും അടുത്ത മൊബൈൽ തോണ്ടലിലേക്കും അലസതയിലേക്കും ഒക്കെ പോണ ആളുകൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിലെ ഈ വചനം നമ്മൾ ഓതി വെക്കണം. എന്താ? ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖുൽ, നബി അങ്ങ് പറയുക, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും. ശരിക്കും ആരാണ് യഥാർത്ഥ നഷ്ടക്കാർ? സ്വയം നഷ്ടങ്ങളിലേക്ക് വീഴുന്ന മനുഷ്യരാണ്. വഹ്ലീഹിം, അവരുടെ കുടുംബം ഉണ്ടാവുക നഷ്ടത്തിന്റെ കൂടെ എന്ന് യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. ഓർക്കണം, അതാണ് ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വ്യക്തമായ നഷ്ടം അതാണ് എന്നാണ്. ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പ്ലാനിങ്ങുകൾ, ജീവിതത്തിൽ നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ, ഇതിലൊന്നും വ്യക്തതയില്ലാതെ ഒരു വ്യക്തി പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമാണിത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടി നന്നാകുന്നതിലും ഒരു കുട്ടി കേടാകുന്നതിലും വാപ്പാക്കും ഉമ്മാക്കും കൂടി റോളുണ്ട് എന്നാണ്. ഇതെന്തെങ്കിലും ശാസ്ത്രീയ പഠനമൊന്നുമല്ല അല്ലേ. അത് ശാസ്ത്രീയ പഠനം ഒക്കെ വ്യത്യസ്തങ്ങളായ ശാസ്ത്രീയ പഠനങ്ങളും വിശദാംശങ്ങളും ഒക്കെ വാപ്പയും ഉമ്മയും ഒന്നിച്ച് വളർത്തിയ കുട്ടി, വാപ്പ മാത്രം വളർത്തിയ കുട്ടി, ഉമ്മ മാത്രം വളർത്തിയ കുട്ടി, വേറൊരാളുടെ കുട്ടിയെ എടുത്തിട്ട് വളർത്തുപുത്രനായി വളർത്തിയ കുട്ടി, ഇവരുടെയൊക്കെ മനോനിലയും ഇവരുടെയൊക്കെ ഭാവിയും ഇവരുടെയൊക്കെ സാധ്യതയൊക്കെ സംബന്ധിച്ച വലിയ പഠനങ്ങളൊക്കെ ഉണ്ട്. അതിക്കൊന്നല്ലേ നമ്മൾ പോണത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജിസാനിഹി. ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഗോപാലന്റെ കുട്ടി
അബ്ദുൽ ഖാദറിന്റെ കുട്ടിയും ജോസഫിന്റെ കുട്ടിയും ഒക്കെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പിന്നെ അബവാഹു, അവന്റെ മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി, അവനെ യഹൂദിയാക്കുന്നത്, അല്ലെങ്കിൽ യുനസ്വറാനിഹി, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ മജൂസിയാക്കുന്നത്. അഥവാ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് അവന് ആശയപരമായ വ്യത്യാസം വരുത്തുന്നത്, അവന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത്, അതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നിടത്ത്, അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നിടത്ത് ഈ മാതാപിതാക്കൾക്ക് റോൾ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞത്. എന്താ വിശുദ്ധ ഖുർആന്റെ പ്രയോഗം? ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. ഇന്നമാ അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ ബിൽഡിങ്സ്, നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ, അതിൽ ഫിത്നുണ്ട്, അതിൽ ഒരുപാട് കുഴപ്പമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ മക്കൾ, അതിലും നിങ്ങൾക്ക് പരലോകത്ത് പണി വരാനുണ്ട്, പരലോകത്ത് പണി കിട്ടാനുള്ളത് അതിലൊക്കെ ഉണ്ട്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അള്ളാഹുവിന്റെ അടുത്താണ് ശരിക്കുള്ള പുണ്യമുള്ളത്. എന്നാൽ ഇതേ മക്കൾ രക്ഷിതാക്കൾ അത് കൃത്യമായി ചിട്ടപ്പെടുത്തി പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ മക്കളാണ്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ മക്കളാണ്. എന്താ കാര്യം? നാളെ പരലോകത്ത് വരുമ്പോ ഒരു വാപ്പ ആകെ അത്ഭുതപ്പെടുന്നതാണ്. നമുക്കറിയണ ഹദീസാണ്. ഒരു വാപ്പ ആകെ അത്ഭുതപ്പെടും, പഠിച്ചോനെ ഇതിന് മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഒരു വാപ്പ അത്ഭുതപ്പെടുമ്പോ ആ വാപ്പാക്ക് അല്ലാഹു കൊടുക്കുന്ന ഉത്തരം എന്താ? ബിസ്തിഗ്ഫാരി ഇബ്നിക ലക, നിന്റെ മകന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട് നിനക്ക് കിട്ടിയതാണ്. പഠിച്ചോനെ എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നൊരു മകൻ ഇസ്തിഗ്ഫാർ നടത്തിയതുകൊണ്ട് കിട്ടിയതാണ്. മാത്രമല്ല ഖബറും പിന്നെ നമ്മളെ വീടിന്റെ സിറ്റ് ഔട്ടും കടന്ന്, നമ്മൾ നടന്നു കയറിയ ഇടവഴിയും കടന്ന്, നാഷണൽ ഹൈവേയും പിന്നിട്ട്, അങ്ങനെ 4-5 ചുമലിൽ ഇങ്ങനെ ആടിയുലയുന്ന മയ്യത്ത് കട്ടിലിന്റെ അങ്ങേയറ്റത്ത് നമ്മളിങ്ങനെ നമ്മുടെ അന്ത്യയാത്രക്ക് വേണ്ടിയുള്ള, അവസാനിക്കാത്ത യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കൂടെ എന്ത് കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന് മോനെയും കൊണ്ടുപോകുന്നതാണ്, മോളെയും കൊണ്ടുപോകുന്ന, എങ്ങനെ ഫിസിക്കലി കൊണ്ടുപോകുന്നല്ല, അവര് ഖബറിലേക്ക് വരുന്നല്ല. നമുക്കറിയാം വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന്റെ കുട്ടിയുടെ പ്രാർത്ഥന അവനുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ കാര്യമായിട്ടല്ല ഇതിനെടുക്കേണ്ടത്. ഈ കാര്യത്തെ എടുക്കേണ്ടത് വളരെ സീരിയസ് ആയിട്ടാണ്. ഇത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും, മക്കളെ നമുക്ക് ധാരാളം കിട്ടണമെന്നും, ആ കിട്ടണ മക്കളെ ശരിക്കും വളർത്തണമെന്നും, അത് വളർത്താനുള്ള വിദ്യാഭ്യാസം എനിക്ക് വേണമെന്നും നമുക്ക് കൃത്യമായ ധാരണ വേണം. നമ്മളൊരു പുതിയ കൃഷി തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും, അല്ലേ? ഒരു പുതിയ കൃഷി തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കും, എല്ലാ കാര്യങ്ങളും പഠിക്കും. എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ സാധ്യതകളൊക്കെ ശരിക്കും നമ്മൾ പഠിക്കും. അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ നെഗറ്റീവ്സും അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ശരിക്കും പഠിക്കും. എന്നിട്ട് ആ പൈസ കൊണ്ടുപോയിട്ട് ഇടുള്ളൂ. നമ്മളെ കുട്ടികളെ വളർത്തുന്നിടത്ത് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എക്സാമ്പിളിന് വെറുതെ ചോദിക്കുകയാണ്, ഒരു ടീനേജുകാരന് വരാവുന്ന ഡിസോർഡറുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളോട് വെച്ച് നമുക്കറിയോ? ഡിസോർഡറുകൾ ഉണ്ടാവും. ഒരു നോർമലായിട്ടൊരു തോന്നുന്ന ഒരു മനുഷ്യന് അയാളുടെ ലൈഫിൻ്റെ ചില പ്രത്യേക സമയത്ത് ഡിസോർഡറുകൾ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവില്ല. ഞാനൊരു ഡിസോർഡർ പേഴ്സൺ ആണെന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. പീസ് റേഡിയോൻ്റെ കോൾ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾ വിളിക്കുകയാണ്, ഫീഡ്ബാക്ക് വിളിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ്, എന്തൊക്കെ മാറ്റാൻ വരുത്തണമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കോളിംഗ് നടക്കുന്നുണ്ട്. അപ്പം ആ കോളിങ് എൻ്റെ വൈഫിന് കോൾ കിട്ടിയ 10 ആളിൽ ഒരു സ്ത്രീനെ എൻ്റെ വൈഫ് വിളിച്ചപ്പോൾ ആ സ്ത്രീനോടുണ്ട് അവരുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാനും കൂടിയുള്ളൊരു സമയമാണ്. ഞാൻ പറഞ്ഞു എന്താന്ന് വെറുതെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുന്ന പറഞ്ഞാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഞാൻ എന്നോട് വൈഫാന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ഇയാളെക്കുറിച്ച് കുറേ കാര്യങ്ങളോട് പറഞ്ഞു. വൈഫിന് വോയിസ് ഇട്ടെടുത്തു, അവരുടെ പെർമിഷൻ എടുത്ത് ഞാനത് കേട്ടു. അപ്പം എനിക്ക് ശരിക്കറിയുന്ന ഒരാളാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. എന്താണ് പ്രശ്നം? ഒരു സിറ്റുവേഷണൽ ഡിസോർഡർ, ഒരു ചില പ്രത്യേക സ്ഥലത്തും സമയത്തും എത്തുമ്പോൾ നമ്മളൊരു ഡിസോർഡർ പേഴ്സൺ ആയിരിക്കും. നമുക്ക് ചില കുഴപ്പമുണ്ടാവും, നമുക്ക് തന്നെ അറിയാത്ത കുഴപ്പമുണ്ടാകും. ഇത് മനുഷ്യന് പൊതുവേ ഉള്ളതാണ്, ആളുകൾക്ക് പൊതുവേ ഉള്ളതാണ്, അല്ലേ? ഇപ്പോൾ ഒ സി ഡി എന്നുള്ള സാധനം ചില ആളുകൾ ചില കാര്യത്തിൽ ഉണ്ടാവുള്ളൂ. വസ്വാസിന്റെ അസുഖം എന്നതിന് പറഞ്ഞുകൂടാ, അതിൻ്റെ അപ്പുറത്തുള്ള എന്തോ ഒരു സാധനമാണത്.
വസ്വാസിന്റെ അസുഖം നമ്മളതിന് അർത്ഥം വെക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഒരാൾക്ക് ഇങ്ങനെ കണ്ണട ഇങ്ങനെ കണ്ണുക്ക് വെക്കണമെങ്കിൽ അയാൾക്ക് ഒരു മണിക്കൂർ എടുക്കുന്ന ആൾ പറഞ്ഞു ഇങ്ങനെ കയ്യൂലേക്കണം വെച്ചാലും ഡായി കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയണത് ഇങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ വരാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നമ്മൾ ക്ലാസ് നിന്ന് കേട്ടു പഠിക്കേണ്ടതാണ്, എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ മാത്രമേ നമ്മുടെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ എന്ന് വാച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ആൻസർ എനിക്ക് വേണം. ADHD എന്ന് പറയുന്നത് ഒരു ടീനേജിൻ്റെയും കുറച്ച് മുമ്പ് ഏകദേശം അവസാനിച്ച് അങ്ങനെ പിന്നീട് ഒരു ഇതിലേക്ക് പോകേണ്ട ഒരു കുട്ടീൻ്റെ ഒരു സിറ്റുവേഷനാണ്. ADHD എന്താന്ന് അറിയണവരെന്ന് കയ്യെന്തിച്ചാണ്. ഞാൻ സാധാരണ പാരന്റിങ് ക്ലാസ്സിലൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഈ സദസ്സിൽ ഒരു ഡോക്ടർക്ക് അറിയാം, പിന്നെ എന്താണ് പ്രൊഫഷൻ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു ഭയങ്കര ദുരന്തമാണ് ശരിക്ക്. ഈ കോവിഡ് കാലം കഴിഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ എത്തിയപ്പോൾ കുട്ടികളെ നിയന്ത്രിച്ചാൽ കിട്ടില്ല. നിങ്ങൾ അധ്യാപകരോടൊക്കെ ചോദിച്ചു നോക്കും. അപ്പോൾ ഇവിടെ MES മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം എയിംസിൽ നിന്നൊക്കെ എയിംസിൽ നിന്നല്ല, സൈക്കാട്രി റിലേറ്റഡുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ഓർമ്മയിലിരുന്നില്ല, അവിടുന്ന് ഗോൾഡ് മെഡലൊക്കെ നേടിയ ആളാണ്. അപ്പോൾ ഞാൻ മൂപ്പര് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനൊരു അവസ്ഥ ഉണ്ട്, ഇതെന്താണ്? അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളുടെ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുത്തിയതുകൊണ്ട് ഇന്ന് ഒരു 30% കുട്ടികൾ പൊതുവെ ADHD ആകാനുള്ള സാധ്യത ഉണ്ട്. പൊരിയലായിരിക്കും, ഭയങ്കര പൊരിയൽ, ഇവിടെ ഒരിക്കലും അടങ്ങിക്കൂല. നമ്മൾ അതിനൊക്കെ അടിക്കലോ ഒച്ചടലോ ആയിരിക്കും നമ്മളെ പരിഹാരം. തൻ്റെ കുട്ടി ADHD ഉള്ള കുട്ടിയാണെന്ന് ഒരാൾ ഐഡന്റിഫൈ ചെയ്താൽ നമ്മളെന്താ വിചാരിക്കണേ? ഇങ്ങനെ വാപ്പാൻ്റെ കൂടെ അങ്ങനെ അടങ്ങിയിരുന്ന് ഒതുങ്ങി, അതാ നല്ല കുട്ടിയെ നമ്മൾ വിചാരിക്കണേ അല്ലേ? ഭയങ്കര അച്ചടക്കത്തിൽ ഒതുങ്ങിയിരുന്ന്. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2ാം കാറ്റഗറിയിൽപ്പെട്ട വാപ്പ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഇടിച്ച് നിരത്തി അവൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിനെയും ഒതുക്കി വെച്ചതുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവനൊരു ജനറ്റിക്കലി അവൻ അങ്ങനെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വലിയ ഡിസോർഡർ സിറ്റുവേഷനുകൾ അവനുണ്ടാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് ഡിസോർഡറുകൾ എന്ന് പറയല്ല, ഞാനൊരു സൂചന പറയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് നമ്മളെ കുട്ടികളെ ശരിയായ റൂട്ടിൽ വളർത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കൂല. ചിലപ്പോൾ അവർക്ക് ചില അംഗപരിമിതികൾ ഉണ്ടാകും, കേൾവിക്കുറവുണ്ടാകും. അങ്ങനത്തെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ വെറുതെ ടെസ്റ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഞമ്മക്കൊക്കെ പോയി ടെസ്റ്റ് ഒക്കെ എഴുതിയണമെന്നൊക്കെ ചോദിക്കും. ഭയങ്കര ഡയലോഗ്. കുട്ടി ജനിച്ച ഉടനെ നടത്തേണ്ട ടെസ്റ്റുകളെ കുറിച്ചാണ് ഈ പറയണത്. എത്രങ്ങാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ 3 ആക്കും നടത്തിയിട്ടില്ല, എന്നിട്ടൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അങ്ങോട്ട് ഡോക്ടറും എഞ്ചിനീയറും സയന്റിസ്റ്റും ഒക്കെ മൂപ്പരുടെ ആകലാണ് കേട്ടോ. ചിലപ്പോൾ കാഴ്ച പരിമിതി ഉണ്ടാകും. എൻ്റെ കുട്ടിക്ക് UKG ചേർത്തതോട് കൂടെ ഭയങ്കര പോകാൻ മടി ബാക്കിയൊക്കെ ആയി. അവൻ്റെ ടീച്ചറാണ് കണ്ടെത്തിയത് അവന് നല്ല കാഴ്ച പരിമിതി ഉണ്ട്, അത്യാവശ്യം നല്ല കട്ടിങ് കാനുള്ള ഗ്ലാസ് അവൻ ഉപയോഗിക്കുന്നത്. അതോടെ എൻ്റെ എല്ലാ മക്കൾക്കും അത് ഉണ്ടാകും എന്ന് ഏകദേശം പരിശോധിക്കുന്ന ഡോക്ടർ പറഞ്ഞു. ഏകദേശം 2 കുട്ടികൾക്ക് കൂടെ വെക്കാനുള്ളൊരു നേരവും സമയം നോക്കിയാൽ മതി, അത്ര കൃത്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. കിട്ടിയ കുട്ടിയെ നോക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ഒരു വലിയ വിഷയമാണ് അത്. ഇന്ന് അതിനൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കൃത്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഡിസോർഡറുകളെയും ഇത്തരം പ്രശ്നങ്ങളെയും കുട്ടിയുടെ പരിമിതികളെയും ചിലപ്പോൾ കേൾവി പരിമിതി ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ വളർന്നുണ്ടാവും, ഒരു രോഗം വളർന്നുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. 10 30 വയസ്സാകുമ്പോൾ പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയിട്ടുണ്ടാവും. ഈ രോഗത്തിന് ചിലപ്പോൾ 8 9 കൊല്ലത്തെ പഴക്കമുണ്ടാകും. അതുകൊണ്ട് കുട്ടികളുടെ ഡോക്ടേഴ്സിനെ നമുക്ക് അറിയുമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഇത്തരം വിഷയങ്ങൾ പീസ് റേഡിയോക്ക് എത്രയോ പരിപാടികൾ, ആരോഗ്യ വിചാരം പോലുള്ള പരിപാടികളിലൊക്കെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അത്തരം കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഖുറാനൊന്നും സുന്നത്തൊന്നും നോക്കിയാൽ കിട്ടൂലല്ലോ. ഖുറാനും സുന്നത്തും നോക്കിയതൊന്നും കിട്ടൂല. അത് നമുക്ക് പഠിച്ചോ തന്ന ബുദ്ധി കൊണ്ട് നോക്കിയെടുത്തിട്ട് കൈകാര്യം ചെയ്ത് പോവേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനുകൾ നമുക്ക് വരാവുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. ഒന്ന്, ശാപപ്രാർത്ഥന വരിക എന്നുള്ളതാണ്. കുട്ടികളെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ശാപപ്രാർത്ഥന വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജുറൈജ് റഹിമഹുല്ല അല്ലേ, അദ്ദേഹത്തിൻ്റെ കുടിലിനുള്ളിൽ നമ്മള് ദുന്യാവിനെടുക്കുന്ന സമയം അദ്ദേഹം എന്ത് ചെയ്യും? പരലോകത്തിന് കൊടുക്കും.
നമ്മൾ പരലോകത്തിനെടുക്കുന്ന സമയം അദ്ദേഹം ദുന്യാവിനും കൊടുക്കും. മനസ്സിലായിട്ടുണ്ടോ ഞാൻ വിചാരിക്കണത്? നമ്മൾ 8-9 മണിക്കൂർ ജോലി ചെയ്യാണ്, അദ്ദേഹം ആ സമയത്ത് ഇബാദത്ത് എടുക്കും, ജീവിക്കാനുള്ള കുറച്ച് കാര്യത്തിന് മാത്രം അധ്വാനിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂള്. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ഫുള്ള് ഇബാദത്തും പ്രാർത്ഥനയായിട്ട് പോവുകയാണ്. അദ്ദേഹം ഇബാദത്തിലാവുമ്പോൾ ഉമ്മ ചെല്ലുന്നു, സലാം പറയുന്നു. അദ്ദേഹം നിസ്കാരത്തെ പരിഗണിക്കുന്നു. 2-ാം ദിവസം 3-ാം ദിവസം ഇത് സംഭവിക്കുന്നു. ഉമ്മ എന്താ പറഞ്ഞേ? ഇവന് വ്യഭിചാരിണികളുടെ മുഖം കാണട്ടെ. ഒരു ശുണ്ടിയുള്ള അമ്മയാണ്. ഉമ്മ അത് പറഞ്ഞു പോയി. ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട്, ആട് നോക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് സെക്സ് ആവശ്യപ്പെട്ടു. അദ്ദേഹം അവർ ഓടിച്ചു. അപ്പം ഞാൻ പണി തരാൻ കയറണം. വേറൊരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് കുട്ടി ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. 2 റകഅത്ത് നിസ്കാരത്തിൻ്റെ ഒരു ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം. വെറും 2 റകഅത്ത് നിസ്കാരം. അദ്ദേഹം 2 റകഅത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോടാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുട്ടി ആരാണ് എൻ്റെ വാപ്പാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കുട്ടികളുടെ കഥയൊക്കെയാണ് പറഞ്ഞു കൊടുത്തു. ഈ ചരിത്രം കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? നമ്മളിങ്ങനെ കൈയൊക്കെ പിടിച്ച് എൻ്റെ മോനെ നീ നശിപ്പിക്കണേ പടച്ചവനെ എന്നൊന്നും പറയണ്ട. വാപ്പ അമ്മ എന്നുള്ളവർക്ക് ഇബാദത്തിൽ നിന്നൊരു മനുഷ്യന്റെ കാര്യത്തിൽ പോലും ഇതാണ് ഉമ്മയുടെ വാക്കിന്റെ ശക്തിയെങ്കിൽ നമ്മളെ പല കുട്ടികളും നശിച്ചു പോണതിൻ്റെ കാര്യം പാരൻസിൻ്റെ അടുത്തുനിന്ന് അവരുടെ ഇമോഷൻസിൻ്റെ ഇടയിൽ, അവരുടെ വികാരങ്ങൾക്കിടയിൽ, അവരുടെ വർത്തമാനങ്ങൾക്കിടയിൽ പുറത്തു ചാടുന്ന വാക്കുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് നമ്മൾ പ്രത്യേകം കാണണം. ഇനി നീട്ടി പറയേണ്ട എല്ലാ പോയിന്റ്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നമ്മൾ പരിഗണിക്കുക വഴി നമ്മൾ മക്കളെ നശിപ്പിക്കുന്നുണ്ട്. മക്കളെ ചില ആളുകളുടെ ഒക്കെ ഉള്ളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു തരം ജാഹിലിയത്തുണ്ട്. അതെന്താ അറിയോ? പെൺകുട്ടികളെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പൈസ ചെലവാക്കാത്ത ജാതിയാണ് എടുക്കുക. ആൺകുട്ടികളത് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പൈസ ചെലവാക്കിയാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് എടുക്കുക. ഇത് ഞാനീ പറയുന്ന സാധനം സമുദായത്തിൽ ഒരു 5% ഉള്ളിൽ ഇപ്പം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5% വിഷയം അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതാണ്, അല്ലേ? ആ 5% കാര്യം അഡ്രസ്സ്. നിങ്ങൾക്ക് നിങ്ങളെ പെൺകുട്ടിൻ്റെ വിദ്യാഭ്യാസം എടുക്കുമ്പോൾ ഒരുപാട് പരിഗണനകൾ കൊടുക്കുക. കുട്ടികൾ പൊതുവെ കുട്ടികളുടെ ആഗ്രഹത്തിനൊത്ത് വിദ്യാഭ്യാസം എടുക്കുക. ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കർമാരൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ പറയും. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഒരു കുട്ടി ഈ പ്രായത്തിലെത്തുമ്പോൾ അവന് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകണില്ല അവൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ. ഒരു 22-23 വയസ്സാകുമ്പോഴാണ് അങ്ങനെ ഒരു സാധനം പടച്ചോനവന് കൊടുക്കണത്. നമ്മളിതൊക്കെ തിരിച്ചറിയണം. നിങ്ങൾ വെറുതെ എടുത്തു നോക്ക്. റീല് ട്രെയിനിൻ്റെ നിന്ന് അപകടകരമായ റീൽ എടുക്കണ ഒരാൾ, ട്രെയിനിൽ നിന്ന് അപകടകരമായ റീൽ എടുക്കണ ഒരാൾ, അല്ലെങ്കിൽ 2 ബിൽഡിംഗ് എന്നൊരു ബിൽഡിംഗ് നമുക്കിങ്ങനെ തലകുത്തനെ ചാടുന്ന ഒരാൾ, ഇതിലൊന്നും ഒരു 25-30 വയസ്സ് കഴിഞ്ഞ ആരും നിങ്ങൾ കാണൂല. നിങ്ങൾ ധൈര്യമായിട്ട് പരിശോധിച്ചോളി. റയർ ആൻഡ് റയർ പീസിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അതിൻ്റെ കാര്യം എന്താ? ഇപ്പൊ നമ്മളെ കുട്ടിക്ക് നമ്മൾ പാമ്പേഴ്സ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ പാമ്പേഴ്സ് കെട്ടിക്കൊടുക്കുന്ന കുട്ടിക്ക് ഒരു പ്രത്യേക പ്രായമായ പാമ്പേഴ്സ് അയക്കും. നമ്മളെന്താ വിചാരിക്കണം? നമ്മൾ വലിയ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് കുട്ടീനെ ഇപ്പം മൂത്രമൊഴിക്കൽ ടോയ്ലറ്റിലേക്ക് ആക്കിയതാണെന്നാണ്. ചെറിയൊരു റോൾ അതിനുണ്ട്. പക്ഷെ മൂത്രമൊഴിക്കുക എന്ന ചിന്തയും ആ ഒരു ശങ്കയും ഒരു കുട്ടിക്ക് പടച്ചോൻ ആ ഒരു ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യണത് 2.5-3 വയസ്സിന് ശേഷമാണ്. അതുവരെ അങ്ങനത്തെ ഒരു ആശങ്കയല്ല. അവൻ്റെ മൂത്രം സഞ്ചി അത് നിറയുന്നത് ഫ്രീ ആകുന്നു. മറ്റേന്താ 1.5 വയസ്സായ കുട്ടിക്ക് മൂത്രമൊഴിക്കണം, അത് കക്കൂസിലെ ഒഴിക്കാവൂ എന്നുള്ള വികാരമൊക്കെ പടച്ചോൻ കൊടുത്താൽ ആ കുട്ടി എത്ര ഇടങ്ങാറാവും. പടച്ചോന്റെ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ മഹാ അത്ഭുതമാണ് സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറയണത്, അങ്ങനത്തെ ഒരു സാധനം 3-ാമത്തെ വയസ്സിലാണ് പടച്ചോൻ കൊടുക്കണതെങ്കിൽ വേറൊന്നാണെന്ത്? ശരിയും തെറ്റും, ധാർമ്മികതയും അധാർമികതയും, വിവേകവും അല്ലാത്തതൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള തലച്ചോറിന്റെ സെൻസർ 10-22-23 വയസ്സായിട്ടാണ് അവന് കൊടുക്കണത്. അപ്പൊ കുട്ടി വന്നിട്ട് നമ്മളെടുത്ത് വെറുതെ എനിക്ക് പൈലറ്റ് ആകണം എന്നാണ് പറഞ്ഞാൽ നേരെ പൈലറ്റ് ആക്കലല്ല. അവൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കണം. പൈലറ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്, മറ്റേ കാര്യങ്ങൾ ഇങ്ങനെയാണ്, വാപ്പാക്കും ഉമ്മാക്കും നീ മാത്രമേ ഉള്ളൂ, നീ ഫുള്ള് പുറത്തായാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. പിന്നെ വാപ്പാൻ്റെ ഒരു ബിസിനസ് ഇങ്ങനെ, വാപ്പ ഇത്രയും ഏണിങ് വരുന്നൊരു സാധനം ഇവിടെ ഉണ്ട്, അത് നീ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ധാരണകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, എയർ ഹോസ്റ്റസ് ആകാൻ വേണ്ടി തീരുമാനിച്ചൊരു പെൺകുട്ടി, അവര് വാപ്പയും കൂടി നമ്മുടെ അടുത്ത് വരികയാണ് എയർ ഹോസ്റ്റസ് ആകുന്നത്. അപ്പോൾ ഓളാകെ എന്താ വെച്ചാൽ ഓളൊരു ഫ്രണ്ടിന്റെ താത്താന്റെ പ്രൊഫൈൽ പിക്ചർ മാത്രമേ ഓളെ മുന്നിലുള്ളൂ, വേറൊന്നും അവളുടെ മുന്നിലില്ല. അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഈ പ്രായത്തിലെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെയാണ് സഹോദരന്മാരെ. പ്രണയിച്ചൊരു പെൺകുട്ടിയോട് നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുടി ഇങ്ങനെ മൂക്കുമൊക്കെ ചാടിയത് അവൾക്ക് ഇഷ്ടമായത്.
ആണ്. അത്ര ദുർബലമാണ് ഈ പ്രായം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യവും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ സംശയമൊന്നുമില്ല. ഈ എയറോസ്റ്റസ് ആകാൻ വന്ന പെൺകുട്ടിനോട് ഞാൻ ചോദിച്ചു, ഈ VIP-കളുടെ ടോയ്ലറ്റ്, VIP-കൾ ഛർദ്ദിച്ച് അത് ക്ലീനാക്കലും അവിടുത്തെ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ടോയ്ലറ്റ് ക്ലീനാക്കലൊക്കെ ഇവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയണത്, നമ്മൾ നമ്മളുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടി ചെലവും സംഖ്യയും മറ്റൊക്കെ നിശ്ചയിക്കുമ്പോൾ അവിടെ കാണിക്കുന്ന അനീതി കൊണ്ട് നമ്മളെ കുട്ടികൾ പ്രതിപക്ഷ നേതാവായി വീട്ടിൽ മാറുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അവർക്ക് കൃത്യമായ പരിഗണനയും ശ്രദ്ധയും ഒക്കെ കൊടുക്കണം. മോനെ ചിലപ്പോൾ പോകാൻ ആരും കൂട്ടുന്ന ആവശ്യം ഉണ്ടാവില്ല. മോൾക്ക് പോകണമെങ്കിൽ വാപ്പ വേണം, ആങ്ങള വേണം, ഭർത്താവ് വേണം, പലരും വേണ്ടി വരും. ഇസ്ലാം അതാ നിശ്ചയിച്ചത്. പെൺകുട്ടിക്ക് സെക്യൂരിറ്റി ഓഫീസർ നിശ്ചയിച്ചു കൊടുത്തു ഇസ്ലാം. പെണ്ണിന്റെ യാത്രകൾക്ക് സെക്യൂരിറ്റി ഓഫീസർ നിശ്ചയിച്ച് അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് നിർണയിച്ചു. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഡീലിങ്സുകളിൽ, സ്വത്തോഹരിയിൽ ഒക്കെ കാണിക്കുന്ന തോന്നിവാസം കൊണ്ട് മക്കൾ പലപ്പോഴും മാതാപിതാക്കൾക്കെതിരാവാറുണ്ട്. എന്താ, പെണ്ണിന്റെ ഓഹരി കൊടുക്കുമ്പോൾ ഭയങ്കര 3 ഏക്കർ കൊടുത്തിട്ടുണ്ട്, ഒരു കുന്നുമല അവിടെ ഒന്നും നടക്കൂല, ഒരു JCBക്ക് വരെ കയറാൻ പറ്റുന്നുണ്ടാവില്ല, വഴി ഇട്ടിട്ടുണ്ടാവില്ല. എന്താ, വഴിയൊക്കെ ഇട്ടാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് അത് പോകും. അത് അവസാനം അവർ നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഭയങ്കര ചില കാരണന്മാരുടെ ഭയങ്കര യുക്തിയൊക്കെ ഉണ്ട്. ഈ യുക്തി കൊണ്ട് പരലോകത്തേക്ക് എന്നാലേ പടച്ചോൻ കൈകാര്യം ചെയ്തു വിടും കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ്, പിന്നെ വമൻ ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്താണ്, ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് മക്കൾക്ക് വേണ്ടി ചെലവാക്കണം. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും കാണുന്നത് പല കാരണങ്ങളാൽ ചിലപ്പോൾ ബഹുഭാര്യത്വ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഇതിൽ കുടുംബം ഒരു പ്രതിഷേധവും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നറിയോ? ഏതെങ്കിലും ഒരു കുട്ടികളെ ഒരു ഭാര്യനെ കണ്ട് ഉപേക്ഷിക്കും. ഓൾക്ക് സ്വത്തും ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളെയും നമ്മൾ ഇതിൽ ഒന്ന് കണ്ടുപോകണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മക്കളെ മാത്രം പരിഗണിക്കുക എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ഒരാൾ ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, പിന്നെ ഇന്നി അഅതൈതു ഇബ്നി മിൻ അംറത്ത് ബിൻ റവാഹ അതിയ്യ, എനിക്ക് അംറ എന്ന എൻ്റെ ഭാര്യയിൽ നിന്നുള്ള എൻ്റെ കുട്ടിക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു. അപ്പോ അമർത്തനി അൻ ഉഷ്ഹിദക യാ റസൂലല്ലാഹ്, ആ മോന് സമ്മാനം കിട്ടിയപ്പോൾ, ആ ഭാര്യന്റെ മോന് സമ്മാനം കിട്ടിയപ്പോൾ ഇത് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറയാതെ ഈ സമ്മാനം വേണ്ടാന്ന് അവർ പറഞ്ഞു. മോൻ നിങ്ങൾ സമ്മാനം കൊടുത്തൊക്കെ ശരിയാണ്, പക്ഷെ ഈ കൊടുത്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നിട്ട് പറയാം. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അതൈത സായിറ വലദിക മിസ്ല ഹാദാ, ഇതേപോലെ നിന്റെ മറ്റുള്ള കുട്ടികൾക്ക് നീ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഖാല ഇല്ല, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാ, ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഇത് സ്വത്തോഹരിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ പാലിക്കപ്പെടേണ്ട ഒരു അടിസ്ഥാനമാണ്. മക്കൾക്ക് സമ്മാനങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങുമ്പോൾ, ചെറിയ പ്രായം മുതൽ തന്നെ വാങ്ങുമ്പോൾ, കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ പോലും ഈ ഒരു പൂർണ്ണമായ നീതി അവർക്കിടയിൽ ഉണ്ട് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും ശരിയായ രീതിയിൽ മക്കളെ വളർത്താൻ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെയാണ് കുട്ടികളെ ജീവിക്കുക എന്നാണ്. ചെറിയ പ്രായം മുതൽ അത് കണ്ടു തുടങ്ങണം. അവന് തൊട്ടിലാട്ടുന്ന പ്രായം മുതൽ വാപ്പ ജമാഅത്തിൻ്റെ സമയമായാൽ ഇറങ്ങി ഓടുന്നതൊരു കുട്ടി കണ്ടാൽ, അവൻ ഉണർന്നു വരുമ്പോൾ വാപ്പയും ഉമ്മയൊക്കെ ഖുർആൻ എടുത്തിരിക്കുന്നത് ഒരു കുട്ടി കണ്ടു തുടങ്ങിയാൽ അവൻ്റെ തലച്ചോറിൽ അത് അങ്ങനെ രേഖപ്പെടുത്തപ്പെടും. അങ്ങനെ ഒരു മെക്കാനിസം നമ്മുടെ തലച്ചോറിനുണ്ട്. ലൈഫിൽ ഒരു പ്രത്യേക ഏജിൽ എല്ലാറ്റിനെയും അങ്ങനെ എടുക്കുന്ന ഒരു പ്രത്യേക സംവിധാനം മനുഷ്യനുണ്ട്. വാപ്പയും ഉമ്മയും തമ്മിൽ ഒരു ബഹളമല്ല, ഭയങ്കര സന്തോഷത്തിലാണ്, വളരെ നല്ല കമ്മ്യൂണിക്കേഷനാണ്. ഇങ്ങനത്തെ ഒരു കുടുംബാന്തരീക്ഷവും സമീപനവും ഉണ്ടായാലൊക്കെ നടക്കും. നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഈ മാതൃകകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഹുദൈബിയ സന്ധിയുടെ ഒരു നിമിഷമുണ്ട്. ഹുദൈബിയ സന്ധിയുടെ നിമിഷം അത് വിശദമായി പറയാൻ നമുക്ക് സമയമല്ല, പക്ഷെ അത് കറക്റ്റ് അറിയുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന രംഗത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ചൂടും അതിൻ്റെ ഒരു പെയിനും ഒക്കെ ശരിക്കും മനസ്സിലാകും. അവരൊരുപാട് കാലത്തിന് ശേഷം കൊതിച്ച് മക്ക കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്, ഉംറക്ക് പുറപ്പെട്ടതാണ്. വഴിയിലാണ് ഒരു കരാറിന് വേണ്ടി ഇരിക്കുന്നത്, ഒരു കരാറിന് വേണ്ടി ഇരിക്കേണ്ട നിർബന്ധാവസ്ഥ വന്നിരിക്കുന്നത്.
സുഹൈൽ ഇബ്നു അംർ കരാർ വ്യവസ്ഥകൾ പറഞ്ഞു കഴിഞ്ഞു. മക്കയിൽ നിന്ന് ഇനി ആരെങ്കിലും മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു വന്ന എല്ലാവരും തിരിച്ചുവിടണം. മദീനയിൽ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച അവരെയും മക്കത്തേക്ക് തിരിച്ചുവിടണം. നിങ്ങളിപ്പോൾ തിരിച്ചു പോണം. ഇനി നിശ്ചിത കാലഘട്ടം ഇവിടെ യുദ്ധമുണ്ടാവില്ല. അത് കഴിഞ്ഞപ്പോൾ എല്ലാറ്റിനും റസൂലുള്ള സമ്മതിച്ചപ്പോൾ സ്വഹാബത്തിന് അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ കയറുകയാണ്. ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ കയറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ബലിയറുക്കണം, നമ്മൾ ഉംറക്ക് പോകുന്നില്ല, നമ്മൾ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞ് അവരാരും അതിനോട് പ്രതികരിക്കാതിരുന്നപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പറയും, ഫഖാലത്ത് ഉമ്മു സലമ യാ റസൂലല്ലാഹ് അതുഹിബ്ബു ദാലിക് ഉഖ്റുജ് സുമ്മ ലാ തുകല്ലിം അഹദൻ മിൻഹും കലിമതൻ ഹത്താ തൻഹറ ബുദ്നക വതദ്ഉ ഹാലികക ഫയഹ്ലികക. നബിയെ, നിങ്ങൾ പറഞ്ഞ അവർ കേട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇനി നിങ്ങളൊരു വാക്ക് പറയരുത്. നിങ്ങൾ നേരെ അവരുടെ നടുക്കലേക്ക് ചെല്ലുക, നിങ്ങളുടെ ഒട്ടകത്തെ നിങ്ങൾ അറുക്കുക, അതിനെ ആളുകൾക്ക് വിതരണം ചെയ്യുക, ബാക്കി നടന്നോളൂ. ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസ് നമുക്ക് നൽകുന്നുണ്ട്. എന്താണ്? സ്വന്തം വ്യക്തി ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായൊരു നിമിഷം, എല്ലാവരും മക്കത്തേക്ക് പോകണം എന്നുള്ള മനസ്സ്, പ്രവാചകന്റെ ഒരു വാക്ക് കേട്ടാൽ അപ്പടി അംഗീകരിക്കുന്ന ഒരു ജനത നിരാശപ്പെട്ട് നിൽക്കുകയാണ്. സ്വഹാബിമാരിൽ ചിലർ ചോദിക്കുന്നുണ്ട്, നബിയെ എന്തിനീ നിന്ദ്യതകൾ മുഴുവൻ തലയിലേക്ക് എടുത്തു വെക്കണം? നമുക്ക് ശക്തിയില്ലേ, നമുക്ക് കരുത്തില്ലേ, അങ്ങ് എന്തിനെതിരെ നിൽക്കണം എന്ന് വരെ ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ വന്നിട്ട് ആ സങ്കടം ആരോടാ പറയണത്? ആയിഷ ബീവിനോടാണ് പിന്നെ ഉമ്മു സൽമ ബീവിനോടാ പറയണത്. പണ്ട് വഹീ കിട്ടിയപ്പോൾ ആരോടാ പറഞ്ഞത്? ഖദീജ ബീവിനോടാണ് പറയണത്. ടെൻഷനുകളൊക്കെ, വിഷമങ്ങളും ടെൻഷനുകളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഭാര്യയും ഭർത്താവും എന്നുള്ള വലിയ പാഠം ഇവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം ആ ഭാര്യ നിർദ്ദേശിക്കണം എന്താ? അല്ലെങ്കിലോ എന്താ ആൾക്കാരാ അങ്ങനെയാണോ ചെയ്യേണ്ടത്? മൂപ്പിക്കല്ല ചെയ്യണത്, ആശ്വസിപ്പിക്കുകയാണ് ചെയ്യണത്. ഇപ്പം നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ഇറക്കിയും. അപ്പൊ അവരർത്തോളും. ഒരു ജനത മൊത്തം അങ്ങോട്ട് അർത്തു. നിമിഷ നേരങ്ങൾ കൊണ്ട് ബലിമൃഗങ്ങൾ പെടയാൻ തുടങ്ങി. അപ്പൊ മാതൃകയിലൂടെ ഏറ്റവും ശക്തമായ ഒരു സാമൂഹിക സംവിധാനത്തെ, ഒരു കുടുംബ സംവിധാനത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുള്ള വലിയൊരു പാഠം നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആ മഹാരാജാവിന്റെ മുമ്പിൽ ചെന്ന് അവർ പറഞ്ഞ എന്താ? ലാ യഉമുറു ബിഖൈരിൻ ഇല്ലാ കാന അവ്വല ആഖിദിൻ ബിഹി. ഒരു കാര്യവും സ്വയം നടപ്പിലാക്കാതെ ആ പ്രവാചകൻ പറയാറില്ല. വലാ യൻഹാ അൻ ഷൈഇൻ ഇല്ലാ കാന അവ്വല താരികിൻ ലഹു. ഒരു കാര്യവും അരുതെന്ന് പറയും മുമ്പ് പ്രവാചകൻ ഉപേക്ഷിക്കാതെ അത് അരുതെന്ന് പറയാറില്ല. അന്നഹു യഗ്ലിബു ഫലാ യുബ്തിർ വയഗ്ലിബു ഫലാ യദ്ജർ. എന്താ? പ്രവാചകൻ വിജയിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമിതമായി ആഹ്ലാദിക്കാറില്ല. പ്രവാചകന് വിഷമങ്ങൾ വരുമ്പോൾ പ്രവാചകൻ നിരാശപ്പെട്ട് വിഷമിച്ചൊരു മൂലയിൽ ഇരിക്കാറില്ല. അല്ലെ? എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കും. വയഫീ ബില്ലഹ്ദി വയുൻജിസ് അൽ മൗഇദ്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വാക്കും പാലിക്കും. വാക്കു കൊടുത്തോ അത് പാലിച്ചിരിക്കും. അതുകൊണ്ടാണല്ലോ ബദർ യുദ്ധത്തിനുള്ള ഒരുക്കം നടക്കുമ്പോഴാണ് രണ്ട് സ്വഹാബിമാര് വരുന്നത്. ആരാ? ഹുദൈഫയും വാപ്പയും വരുന്നത്. അപ്പൊ ഹുദൈഫയും വാപ്പയും വരുമ്പോ അവർ ചോദിച്ചു, ഞങ്ങൾ പോരുമ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് മദീനയിലേക്ക് വരാൻ വേണ്ടി അവർ വെച്ചൊരു നിബന്ധന, അവിടെ യുദ്ധം ഉണ്ടാകുമ്പോൾ കൂടാൻ പാടില്ല എന്നാണ്. ഞങ്ങൾ എന്താ ചെയ്യണ്ടു? എന്താ? നിങ്ങൾ നിങ്ങളെ വാക്ക് പാലിക്കുക. യുദ്ധത്തിന് ആളൊന്നുമില്ല, പ്രവാചകന് സംവിധാനമൊന്നുമില്ല, എന്നാലും നിങ്ങൾ നിങ്ങളെ വാക്ക് പാലിക്കുക എന്നാണ്. കള്ള കാഫിറിനോടുള്ള യുദ്ധമാണ്, അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എന്ത് ചെറിയ പ്രായം മുതൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുവോ അത് ഓട്ടോമാറ്റിക്കലായിട്ട്, അതാണ് അവന്റെ വാപ്പ അവനെ യഹൂദിയാക്കും, ക്രിസ്ത്യാനിയാക്കും, മജൂസിയാക്കും എന്ന് പറഞ്ഞത്. ഗർഭപാത്രം മുതൽക്ക് അത് ഉണ്ടാകും. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഫീഡിങ് നടക്കുന്നത് 0 to 12 വയസ്സ്, 0 മുതൽ 12 വയസ്സ് വരെയുള്ള അവന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ വലിയ ശ്രദ്ധകൾ ഉണ്ടാകും. വലിയ ശ്രദ്ധ, ഓരോ സംസാരവും ഓരോ പെരുമാറ്റവും. ഫോണ് വേണ്ടാന്ന് വെക്കണത്, ഗർഭിണി ഫോണ് വേണ്ടാന്ന് വെക്കണത് എന്താ? റേഡിയേഷൻ അടിക്കുന്നു വിചാരിച്ചിട്ടല്ല. അതിൻ്റെ അപ്പുറം ഇവിടെ നീക്കുന്ന ഓരോ റീലും, ഇവിടെ കേൾക്കുന്ന ഓരോ ഷോട്ടും അത് ഈ കുട്ടിയുടെ കാതിൽ പോയി പതിക്കുന്നുണ്ട്. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ, അവന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ അതിന് വലിയ റോളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും കൃത്യമായി പാലിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ അറിയോ? വീട്ടിലൊരു സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. കുസൃതി കുട്ടികൾക്ക് ഉണ്ടാകും.
പീസ് ഒരു തുടർ പരമ്പര പ്രക്ഷേപണം ചെയ്തിരുന്നു, കുസൃതി കുട്ടികൾ എന്നുള്ള പരമ്പര. ഒരുപാട് ഉമ്മമാരുടെ വൈകാരികമായ സന്ദേശങ്ങൾ. എന്താ, ഈ പ്രായത്തിൽ കുട്ടി കുസൃതി കാണിക്കാൻ കുറേ കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളൊന്നും കാണൂല. കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊന്നും കാണൂല. അല്ലേ, നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മൂത്രയിച്ച മനുഷ്യനെ പ്രവാചകൻ കൈകാര്യം ചെയ്ത് എങ്ങനെ? കുട്ടിയൊക്കെ പോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരാള് മൂത്രയിക്കാണ്, അല്ലേ? അപ്പൊ എന്താ പ്രവാചകൻ പറഞ്ഞത്? ജനങ്ങൾ മുഴുവൻ അയാളുടെ നേരെ തിരിഞ്ഞപ്പോ ലാ തുസ്മിറൂ ദഊ, നിങ്ങൾ അയാളെ ബേജാറാക്കല്ലേ, അയാളെ ബുദ്ധിമുട്ടിക്കല്ലേ, അയാൾ ഒഴിവാക്കി എന്ന് പറയുന്ന പ്രവാചകൻ. അങ്ങനെ ഫതറകൂഹു ഹത്താ ബാല, അയാൾ ഫുള്ള് നിന്ന് മൂത്രയിക്കണത് വരെ ജനങ്ങൾ നോക്കി നിന്നു എന്നതിന്റെ അർത്ഥം. ഹദീസിലെ വാചകം ഞാൻ വായിച്ചത്. ഫതറകൂഹു ഹത്താ ബാല, മനുഷ്യൻ പൂർണ്ണമായി മൂത്രയിക്കണത് വരെ ആൾക്കാർ നോക്കി ഇങ്ങനെ നിന്നു. മൂത്രമൊക്കെ കഴിഞ്ഞപ്പോ സുമ്മ, പിന്നെ മൂത്രമൊക്കെ ഒഴിച്ച്, അതാ സുമ്മന്റെ അർത്ഥം. പിന്നെ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഅാഹു, അയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദരി ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജല്ല വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ. സ്വരത്തിൽ പോലും മാറ്റല്ല. ഏറ്റവും സ്നേഹത്തിൽ, പള്ളി എന്ന് പറയുന്നത് മൂത്രമൊഴിക്കാനും വേസ്റ്റ് ഇടാനൊന്നും പറ്റിയ സ്ഥലമല്ല. ഇത് ഖുർആൻ ഓതുക, അള്ളാഹുവിനെ ഓർക്കുക, നിസ്കരിക്കുക, അതിനൊക്കെയുള്ള സ്ഥലമാണ്. എന്നിട്ട് നഞ്ഞിജൊരു ബക്കറ്റ് ഒരു വെള്ളം എടുത്തതിൽ ഒഴിച്ചില്ല എന്ന് അയാളോട് പറഞ്ഞില്ല. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഫഅമറ റജുലൻ മിനൽ ഖൗമി, കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു. എന്തിന്? വെള്ളം ഒഴിക്കാൻ. ഫജാഅ ബിദൽവിൻ മിൻ മാഇൻ ഫശന്നഹു അലൈഹി. അപ്പൊ എന്ത് ചെയ്തു? ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ഉണ്ട് കുടഞ്ഞു. അല്ലേ, ഒരു 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 മുത്തം മനുഷ്യൻ ഒരു പള്ളിയിൽ കാണിച്ചതിനോട് പ്രവാചകൻ കാണിക്കുന്ന രീതിയാണിത്. ആൾക്കൂട്ടത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിലൊരു ഒരു പരിക്കമുണ്ടുണ്ടായിരുന്നു, പരിക്കമുണ്ട് തന്നെയാണ് ശരിക്ക്, അത് പിടിച്ചു. എന്നിട്ട് മുർ അൻ തുഅ്തിയ മാലം മിൻ മാലില്ല അല്ലാഹു ഹദീസ്, പിന്നെ അള്ളാഹുവിന്റെ ഖജനാവിലുള്ള അല്ലെങ്കിൽ ബൈത്തുൽ മാലിലുള്ള സമ്പാദ്യം എനിക്ക് തരാൻ വേണ്ടി പറയാന്ന് പറഞ്ഞു. നബി ഇങ്ങനെ തുടച്ചപ്പോ ചോരണ്ട്. നബി ചിരിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കും. അത്ര സിമ്പിളാണ്. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കും. ചരിത്രം നമുക്കറിയാം. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വ്യഭിചാരം അല്ലാത്തതൊക്കെ ഒഴിവാക്കാൻ പറ്റും നബിയെ, വ്യഭിചാരം പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ കഴിയൂല. അപ്പൊ എന്താ അറിയോ, ഇപ്പൊ ജനങ്ങൾ അയാളുടെ നേരെ തിരിഞ്ഞു എന്ന് ഹദീസ് കാണാം കേട്ടോ. ആ ഹദീസിൽ ജനങ്ങൾ അയാളുടെ നേരെ തിരിഞ്ഞു എന്ന് കാണാം. എന്ത് ഭർത്താനോടോ പറയണമെന്നൊക്കെ ചോദിച്ചാൽ ജനങ്ങൾ തിരിഞ്ഞു. ഇപ്പൊ പ്രവാചകൻ അവരെ ശാന്തരാക്കി. തൻ്റെ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് ജനങ്ങളെ നിശബ്ദമാക്കിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങളെ ഭാര്യൻ്റെ അടുത്തോ പെങ്ങളുടെ അടുത്തോ ഉമ്മാൻ്റെ അടുത്തോ വേറൊരാൾ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമാകും. ആളാകിളകി നബിന്റെ നേരെ ഇങ്ങനെ ചീറി എടുത്തപ്പോ അത്രേ ഉള്ളൂ, നിങ്ങൾ പോണത് അങ്ങനെ ആരുടെടുത്തെങ്കിലും ആണ്. ഞാൻ പറയുന്നത്, വലിയ മനുഷ്യന്മാരെ പോലും ഹാൻഡിൽ ചെയ്തപ്പോ പ്രവാചകൻ കാണിച്ച രീതിയാണിത്. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിസ്കാരം, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിസ്കാരത്തിൽ ഫസജദ ബൈന ലഹ്റാനി സലാത്തിഹി സജദതൻ അതാലഹ, പ്രവാചകൻ ഒരു ദിവസത്തെ നിസ്കാരത്തിൽ നീണ്ട ഒരു സുജൂദ് ചെയ്തു. ഫറഫഅതു റഅസി ഫഇദ അസ്സബിയു അലാ ലഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ നീണ്ട സുജൂദായപ്പോൾ ഒരു സഹാബി ഇങ്ങനെ തല പതുക്കെ പൊത്തി നോക്കി, എന്തേപ്പത് ഇങ്ങനെ നീണ്ടൊരു സുജൂദ് പല ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച പറയാ, അദ്ദേഹത്തിന്റെ മുതുകും പുറത്ത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അസ്സലാത്ത ഖാലന്നാസ്, പ്രവാചകന്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൂപ്പര് വന്നോന്ന് പറയാൻ കേട്ടോ, ഇന്നക സജദ്ത അത്വൽതഹ ഹത്താ ലന്നന അന്നഹു ഖദ് ഹദസ അംറുൻ ഔ അന്നഹു യൂഹാ ഇലൈക. നബി, എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക വഹി വന്നു എന്നോ ഞങ്ങൾ വിചാരിക്കാൻ മാത്രം അങ്ങ് സുജൂദ് കടന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, കുല്ലു ദാലിക ലം യകുൻ, അതൊന്നും ആയിരുന്നില്ല പ്രശ്നം. വലാകിന്ന ഇബ്നി ഇർതഹലനി, എൻ്റെ മോൻ എൻ്റെ മേലെ കയറി ആനക്കളി കളിച്ചു, എൻ്റെ പേരക്കുട്ടി. ഫകരിഹ്തു അൻ ഉഅജ്ജിലഹു ഹത്താ യഖ്ലി ഹാജതഹു, അപ്പൊ അവൻ ആവശ്യമുള്ളത്ര നേരം കളിക്കണിന്റെ മുമ്പ് ഞാൻ അവനെ ഫ്രീ ആക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിലെ പാത്രം ഒന്നും അവൻ എടുത്തീന് എന്തൊക്കെ പറയല് അല്ലേ, നമ്മളെ വണ്ടി ഓൻ എടുത്താ പറയേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല, അതിലൊന്നും വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അതെന്താ, പലപ്പോഴും നമ്മൾ അറിയുന്നല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ മോന് ബൈക്കൊക്കെ പഠിച്ചവരോട് ഇങ്ങനെ വരുന്നുണ്ട്, ബൈക്കൊക്കെ പഠിച്ചു. നമ്മൾ ചെറിയ പ്രായം മുതൽ മോനോട് ഇങ്ങനെ പറയും, എന്ത്, എനിക്ക് വണ്ടി എടുക്കേണ്ട സമയമാകുമ്പോൾ ഉപ്പ എന്ത് ചെയ്യും,
എന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തിട്ട് എങ്ങനെയാണോ വണ്ടി പഠിക്കേണ്ടത് അങ്ങനെ പഠിപ്പിച്ചു തരും. ഞാൻ 40 വയസ്സ് ഒക്കെ ആയിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. പക്ഷെ അന്നെ അങ്ങനെ ആക്കൂല. എനിക്ക് നമ്മൾ നേരത്തെ ഡ്രൈവിംഗ് പഠിച്ചു തരും. അവൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചില വികാരങ്ങളുണ്ടെന്ന് എനിക്ക് അറിയണമുണ്ട്. പക്ഷെ അവൻ്റെ ഫ്രണ്ട് ഒരു 2 ആഴ്ച മുമ്പാണ് ആക്കി കൊടുത്തു. അപ്പം ഞാൻ കണിശമായി പറഞ്ഞു, ഞാൻ അവനോട് വളരെ കണിശമായി പറഞ്ഞത് എണ്ണി ചോദിച്ച് അവൻ പറഞ്ഞിരുന്നു പോലെ ഞാൻ പറഞ്ഞു, മേലാൽ ഞാനിതറിഞ്ഞാൽ. ആദ്യം പറഞ്ഞെടുത്തു ഇത് ഉണ്ടായാലുണ്ട സംഭവം എന്താണ്? ഉണ്ടായാലുള്ള സംഭവം വാപ്പാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. വല്ല ആക്സിഡൻറ്റിന് പറ്റിയാൽ ഇൻഷുറൻസ് ഒന്നും കിട്ടൂല, ഫുള്ള് പൈസ നമ്മളെ പെര വിറ്റ് കൊടുക്കേണ്ടി വരും. എൻ്റെ ഒരു 2 മിനിറ്റിൽ ആസ്വാദനത്തിന് വേണ്ടി അങ്ങനെ ആകാൻ പാടില്ല, ശരിയല്ല എന്ന് കലൽ. പിന്നെ അവന് വണ്ടിമ്മ കയറി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് കണിശമായി പറഞ്ഞു, ഇതിനില്ല ഞാൻ വണ്ടി എടുക്കൂല ഞാൻ വിചാരിക്കണത്. ഞാൻ പറയണതിന് മുമ്പ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. പക്ഷേ ഓന് വാങ്ങിക്കൊടുത്ത കാറില്ലേ, ഇവിടെ കുറച്ച് ചെറിയ കുട്ടികളുള്ളവരുണ്ടല്ലോ, അതിൻ്റെ RC നമ്മൾ ഓന് കൊടുക്കൂല. എന്താ കാർ അവിടെ ഇട്ടണ്, അവനോൻ ഇഷ്ടം എടുത്തിട്ടോടെ എന്താ, അതിൻ്റെ RC ഓണർ ഓനാണ്, അത് ഓന് കൊടുക്കണം, അത് അവന് കൊടുക്കണം. അതിന് പറ്റിയ കളിപ്പാട്ട് നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. വീട് ഇങ്ങോട്ട് സംഘർഷഭരിതാക്കി. എങ്ങനെ കുറച്ച് വല്യന്മാരും കുറച്ച് വല്യപ്പാരും കുറച്ച് ഉമ്മാരുപ്പാരും കൂടിയിട്ട് ഈ കുട്ടിക്ക് അവൻ്റെ കുട്ടിത്തത്തിൻ്റെ ആനന്ദങ്ങൾക്കൊന്നും ഇടം കൊടുക്കൂല. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒന്നിലും നിയന്ത്രണം ഉണ്ടാവില്ല. പിന്നെ ഒന്ന് തോന്നിയ മാതിരിയാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ട് കുട്ടി സ്കൂളിൽ വന്ന് കൊണ്ടുപോയപ്പോൾ വല്യപ്പ മരിച്ചു പറഞ്ഞപ്പോൾ കുട്ടി വെച്ചത് വല്യപ്പയല്ലേ മരിച്ചത്, ആ വല്യമ്മയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി എന്ന് പറഞ്ഞു. വല്യന്മാരെ സ്നേഹം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ കൺട്രോൾ ചെയ്യാണ്. വല്യപ്പ കുറച്ചും കൂടെയൊക്കെ മൂപ്പർക്ക് ഫേവറായിട്ട് തീരുമാനം എടുക്കുന്ന ആളാണ്. വല്യപ്പാരും വല്യന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ചിലരെ മനസ്സിലാക്കി കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ മറക്കുകയും ചെയ്യും. എന്നാലും അവർക്ക് ചെയ്യാവുന്നതും ചെയ്യാൻ പറ്റാത്തതൊക്കെ വീട്ടിലൊരു ധാരണ വേണം. ഒരു കുട്ടി ഒരു ജനൽമ പിടിച്ച് കയറി ഒട്ടിക്കൊള്ളും, അതിനോട് 2-3 പ്രതികരണങ്ങളുണ്ട്. അങ്ങോട്ട് ചൂടാകോ കുട്ടിനോട് പോയിട്ട്, എന്ത് ചൂടായിട്ട് എന്താ കാര്യം, ഓനത് കഴിഞ്ഞ് അടുത്തോടത്ത് കയറും അല്ലേ. ആ കുട്ടിയുടെ തലച്ചോറിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കുട്ടികൾ കയറാൻ പാടില്ല. കുട്ടി ഇങ്ങനെ കരയാൻ നോട്ടിക്കോളിയും. കുട്ടിയുടെ എല്ലാ കരച്ചിലും ഒരേപോലെ അല്ലേ നമ്മൾ കൈകാര്യം ചെയ്യാം. ഒരു കുട്ടി വീണ് ചോരൊക്കെ വന്ന കരയാണ്, അപ്പം നമ്മൾ കരണം അങ്ങനെ കരഞ്ഞോ, ഉറക്കനെ കരഞ്ഞോ, റോട്ടിക്ക് കേൾക്കട്ടെ അങ്ങനെ പറയാം. അവിടെ നമ്മൾ വാരിയെടുത്ത് ഉമ്മ കൊടുത്ത് നല്ലോണം പരിഗണിച്ച് പിന്നീട് ഇതാക്കണം. മുറി ഞാൻ വലിയ മുറി ഉണ്ടെന്ന് വിചാരിച്ചു, മുറിയൊന്നുമില്ല, ചെറിയ മുറിയുള്ളൂ. വലിയ മുറിയൊക്കെ ഉണ്ടാവും എന്നാലും അല്ലേ. സ്കൂൾ അധ്യാപകർക്കൊക്കെ അറിയാം, കുട്ടികൾ എന്തെങ്കിലും മുറി കാണി വന്നാൽ കുറച്ച് ടീച്ചർമാരുണ്ടാവും എന്നൊക്കെ പറയും. അതോടെ കുട്ടീൻ്റെ അസുഖം കൂടും. അപ്പം നമ്മളൊക്കെ പറയും ഇന്ന ആൾക്കാർ വൈക്ക് വരരുത് അറിയും, കുട്ടി ഉഗ്ഗേ മുറിയൊക്കെ ചെയ്താൽ. ഒരു തരം ഡീലിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ എടുത്തു. എന്നാലോ ഒരു കുട്ടി വാശി പിടിച്ച് കരയാണ്, അപ്പോൾ പറയാം ഉറക്കനെ കരഞ്ഞോ, നല്ല ഉഷാറാണ്, നല്ല രസമുള്ള കരച്ചിലാണ്, അടിപൊളിയാണ് കേട്ടോ. ഈ വീട്ടിൽ അടുത്ത ഡയലോഗ് ചെറിയ പ്രായം മുതൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോളി. ഈ വീട്ടിൽ കരഞ്ഞിട്ട് ഇന്നേ വരെ ഒരു കുട്ടിക്കും ഒരു സാധനവും കിട്ടിയിട്ടില്ല. ഈ വീട്ടിൽ ഉപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് ചിരിച്ച് പറയണം, ഉപ്പച്ചേ എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ റെഡി. അല്ലെങ്കിൽ ഉപ്പച്ചിൻ്റെ ഉമ്മാനോട് ഫോൺ വാങ്ങിയിട്ട് ഉപ്പച്ചനെ വിളിച്ച് പറയണം, ഉപ്പച്ചിന്ന് വരുമ്പോൾ എനിക്കിത് കൊണ്ടുവരണം. ഈ ഡയലോഗ് തന്നെ ചെറിയ പ്രായം മുതൽക്ക് നിങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു വന്ന് നോക്ക്. ഈ തീ ഇങ്ങനെ കത്തുമ്പോൾ അതിന് മറ്റേ സാധനം ഉണ്ട് വെച്ചാൽ തീ ഉണ്ട് കിട്ടില്ല. അതേമാതിരി പെട്ടെന്നാണ് കരച്ചിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ കരച്ചിലിൻ്റെ കാറ്റഗറി തീരുമാനിക്കണം. കുട്ടിക്ക് നല്ല വയറുവേദന ഉണ്ട്, കുട്ടി ഇങ്ങനെ കടന്ന് കരയാണ്, അപ്പം നമ്മൾ ഈ വീട്ടിൽ കരഞ്ഞിട്ടൊരു കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ഇന്ന നേരത്തെ ഭക്ഷണം കഴിച്ചേ, അത് ഭക്ഷണത്തിൻ്റെ പ്രശ്നമായിരിക്കും. ആണുങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതൊന്നുമില്ല, ചോറ് കൊടുത്താൽ ശരിയാവും എന്നറിയും. എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ എക്സ്പേർട്ടാണ് ഞാൻ കേട്ടോ. 2.5 വയസ്സും 3.5 വയസ്സുള്ള 2 കുട്ടികൾ എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഫുൾ പാറ്റേൺ എനിക്ക് 100% അറിയും. എന്താ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. നിങ്ങൾ കുട്ടീനെ പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്. പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യേ ആ കുട്ടിക്ക് ഇങ്ങനെ ചെറിയ പ്രായം മുതൽ ഇങ്ങനെ കേട്ട് തുടങ്ങണം. പള്ളിയാണ്, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, ഇന്ന് കുഞ്ഞാവ് ഒച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു സർപ്രൈസ് ആയിട്ടൊരു കടലമുട്ടായി. ഇതെന്തിനാ 3 വട്ടം പറയിപ്പിക്കണം, ഇന്ന് പള്ളിയിൽ നല്ല കുട്ടിയായിരുന്നേന് അല്ലേ. ആ ടോണൊക്കെ അങ്ങനെ തന്നെയാണ്. ആ കുട്ടീനോടുള്ള സംസാരത്തിന്റെ ടോണ് 6ാം ക്ലാസ്സുകാരനോടുള്ള ടോണല്ല, 6 മാസമായ കുട്ടീനോട് ആ ടോണല്ല, 60 ദിവസമായ കുട്ടീനോട് നമ്മൾ പറയുന്നുണ്ടല്ലോ. 60 ദിവസമായ കുട്ടീനോട് ഉമ്മ വെക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവിടെ മുതൽ പറഞ്ഞു പോരേണ്ടതാണിത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഓരോ രംഗത്തും ചുംബനം ഒരു പ്രധാന കാര്യമാണ്.
ചുംബനം അതേത് പ്രായത്തിലും ഉണ്ട് അല്ല. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് അന്യമായി പോകും. അന്യമായി പോകും. ഒരു 20 വയസ്സിന്റെ മേലെ കുട്ടികളുള്ളവരൊന്ന് കൈവന്തിച്ചാണി ഒന്നുകൂടി. 20 വയസ്സിന്റെ മേലെ കുട്ടികളുള്ളവരോട് കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ 20 വയസ്സിന്റെ മേലെ പ്രായമുള്ള കുട്ടികൾക്ക് ഉമ്മെടുത്തോലെന്ന് കൈവന്തിച്ചാണി. ഇതാണ് നമ്മളെ കുടുംബത്തിന്റെ പ്രശ്നം. ഒരു 6-7 ആള് കൂടിയ ഒരു 10 ആള് ഇവിടെയാണ് നമ്മളെ പ്രശ്നം കിടക്കുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാണ്ട്. വാപ്പിമ്മകളുടെ ഉമ്മ കൊടുക്കണ്ട അല്ലേ? വാപ്പിമ്മയുള്ളൊക്കെ കൊടുത്തുനിന്ന് ഓല് പഴയ ജനറേഷൻ ആയിരിക്കും. ഓല് ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊന്നും അങ്ങനെ ആക്കിക്കൊള്ളുന്നില്ല. ആളുകളാകെ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്നതിനെ കുറിച്ച് നോമ്പാലത്തെ കാര്യമല്ല പറയണത്. നമ്മളെ മക്കൾക്ക് വേണ്ടിയുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് കൊടുക്കണ ഉമ്മയല്ല കൊടുക്കണതേ. നമ്മളെ ഭാര്യൻ്റെ നെറ്റിയിലൊരു ഉമ്മ എടുത്തിട്ട് പോകട്ടെടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നു. മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നു. മക്കളെ നമുക്ക് ഉമ്മ വരുന്നു. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താ? അഖ്റബിൻ ഹാബിസ് വന്നിട്ട് ഹസൻ ഹുസൈൻമാരെ രണ്ടുപേരെയും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും പ്രവാചകൻ ഇങ്ങനെ തുരുതുരാ ഉമ്മ കൊടുക്കണ കണ്ടിട്ട് അദ്ദേഹം ചോദിക്കാണ്, നിങ്ങള് ഉമ്മയൊക്കെ കൊടുക്കലുണ്ട് നബിയെ? എനിക്ക് കുറെ മക്കളുണ്ട്, ഞാൻ ഉമ്മയൊന്നും കൊടുക്കലില്ല എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരം എന്താ അറിയോ? ലാ യർഹം ലാ യുർഹം. മക്കളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് അവിടെ അള്ളാഹുവും കാരുണ്യം കാണിക്കൂല എന്നാ. അപ്പൊ ചുംബനത്തിൽ അതുണ്ട്. കുട്ടികൾ വരുന്ന സമയം പോണ സമയം എന്തു പണിയാണെങ്കിലും ആ വാതിൽക്കൊക്കെ ഒന്നാണ് നിൽക്കണം. നാം എൻ്റെ വീട്ടിൽ പോയിക്കോട്ടോ. ചൊല്ലാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ പറയണം. ഏറ്റവും വലിയ സുരക്ഷിതത്താണ് അല്ലെ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടണത്. പറഞ്ഞു കൊടുക്കണം, മോനെ 3 കാര്യം ഉണ്ടാകും. എന്താ? ആകാശത്തുനിന്ന് ഹുദീത്ത, ഇന്ന് എനിക്കൊരു പിഴവും പറ്റൂല. കുഫീത്ത, ഇന്ന് എനിക്കത് മതി. ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ വിടണേ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ എന്നുള്ള ദിക്ർ മോനും മോളും രാവിലെയും വൈകുന്നേരം ചൊല്ലി നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ ആയത്തുൽ കുർസി ഓതി ഉറക്കണം. ഒരു ഹാഫിളിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഇതാ പറഞ്ഞത് ഓരോന്നും മൈക്രോ ചെയ്ത് എവിടെ ഇതിനൊക്കെ നേരം നോക്കും. മിക്സിയും അലക്കു മെഷീനും ഒരു ഉപകരണം അല്ലാത്ത കാലത്തും രക്ഷിതാക്കൾ ഇവിടെ ഒരു സാധനം പാക്കറ്റായിട്ട് വാങ്ങാൻ കഴിയാത്ത കാലത്ത് ഒരു കോയിനെ ആട്ടിയിട്ട് തൊടുല് മുഴുവൻ ആട്ടിയിട്ട് കോയിനെ പിടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ആ മറ്റേ പരിക്കലുണ്ടല്ലോ പറിച്ച് ഒരാളും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ്. ഒന്ന് കയ്യും തിക്കും പറിച്ചലുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് എല്ലാ കണക്കും തെറ്റിച്ചു. ഏത് കോയിനെ ആട്ടിയിട്ട് ഒന്നുകൂടി ചോദിക്കാണ്, കോയിനെ മൊത്തം തൊടുകൂടെ ആട്ടിയിട്ട് പിടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പറിച്ചോല്ലോ. ഒന്നുകൂടി കയ്യും തിക്കും. മാഷാ അല്ലാഹ് എൻ്റെ എല്ലാ കണക്കും വീണ്ടും തെറ്റിച്ചു. ആണുങ്ങളെ കിട്ടതില്ല കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനത്തെ പണിയൊന്നുമില്ല. എന്നൊക്കെ ആപ്പിൽ ബുക്ക് ചെയ്യാൻ. ആപ്പിലാകുന്ന ജീവിതത്തിൽ നമ്മളുള്ളത്, ആപ്പിലാകുന്ന ജീവിതത്തിൽ ഒക്കെ ആപ്പിലാണ്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചു പോവുക. കുട്ടികളുടെ സെൽഫോൺ യൂസേജും ഇതേപോലെ തന്നെയാണ്. ലോകം മുഴുവൻ സെൽഫോൺ നിരോധിക്കുകയാണ്, വീട്ടിലൂടെ നിരോധിക്കുക. ഒരു 10 മിനിറ്റ് കൊടുക്കുക. അതിനുണ്ടാകുന്ന എന്തൊക്കെ ട്രോമകളുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട, നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് പരിഹരിക്കുക. ഇല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് കിട്ടൂല, കുട്ടികളുടെ തലച്ചോറ് നെയ്ച്ചോറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.